കറക്റ്റ് റേറ്റിംഗ് ഒക്കെ ഉള്ള നമുക്ക് സെലക്റ്റഡ് ആവുന്ന രീതിയിൽ എങ്ങനെ ഒരു CV പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഇതിന് ഒരു AI ടൂളും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. വളരെ ഹാപ്പിയോടെയാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾ ആലോചിക്കും എന്തായിരിക്കും കാരണം. ഈ ഒരു സ്ലൈഡ് കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും 400-ലധികം പ്ലേസ്മെൻറ്റ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അതായത് എൻട്രിയുടെ ടെക്നിക്കൽ അപ്സ്കില്ലിംഗ് കാറ്റഗറിക്ക് 400-ലധികം പ്ലേസ്മെൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞു. എന്താണ് ഇതിന് ഇത്ര പ്രത്യേകത എന്നല്ലേ? അടുത്തൊരു സ്ലൈഡ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് 400 പേരിൽ കുറച്ച് പേരുടെ ഫോട്ടോസാണ്. പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത്, അതായത് ഒരു 50 പ്ലേസ്മെൻറ്റ്സ് ആയിട്ടുള്ളൂ. നവംബർ എൻഡിലേക്ക് അല്ലെങ്കിൽ ഡിസംബർ സ്റ്റാർട്ടിംഗ് ഒക്കെ ആകുന്ന സമയത്ത് നമുക്ക് 50 പ്ലേസ്മെൻറ്റ് ആയിട്ടുള്ളൂ. അവിടെ നിന്നാണ് നമ്മൾ 400 പ്ലേസ്മെൻറ്റിലേക്ക് എത്തിയത്. എന്തായിരിക്കും ഇതിന് കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. നമ്മളിപ്പം ഈ ഒരു കോഴ്സസ് ഒക്കെ കൊടുക്കുന്നത്, നമ്മൾ അന്ന് കൊടുത്തിരുന്ന കോഴ്സസ് ഒക്കെ ആയിരുന്നു ക്വാണ്ടിറ്റി സർവേയിങ്ങും അതുപോലെ തന്നെ MEP ഡിസൈനും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ കൂടെ സ്ട്രക്ചറൽ ഡിസൈനും വരുന്നുണ്ട്, അതുപോലെ തന്നെ BIM-ൻ്റെ കോഴ്സും കൂടി വരുന്നുണ്ട്. അപ്പോൾ ഈ 4 കോഴ്സസ് കംപ്ലീറ്റ്ലി ബേസ്ഡ് ഓൺ കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. വെറും കൺസ്ട്രക്ഷൻ ഫീൽഡല്ല, കൺസ്ട്രക്ഷൻ ഫീൽഡിൽ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. പക്ഷേ അവിടെ വേണ്ട കുറച്ച് സ്കില്ലിഡ് ലേബേഴ്സിൻ്റെ ഷോർട്ടേജ് ഉണ്ട്. അതിപ്പോഴും ഉണ്ട്, അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്, ഇനി വരാനും പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടാണ് എൻട്രി ഇതുപോലെ ടെക്നിക്കൽ അപ്സ്കില്ലിങ്ങിൽ കൺസ്ട്രക്ഷൻ ഫീൽഡ് മാത്രമായിട്ട് ക്വാണ്ടിറ്റി സർവേയിങ് പോലത്തെ, അതായത് ടെക്നോ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള റോൾ വരുന്നത്, അതുപോലെ തന്നെ BIM ഡിസൈൻ, അതുപോലെ തന്നെ സ്ട്രക്ചറൽ ഡിസൈൻ, അതുപോലെ തന്നെ MEP ഡിസൈൻ, ഈ കോഴ്സിലൊക്കെ കംപ്ലീറ്റ്ലി ആ സ്കില്ലിഡ് ലേബേഴ്സിനെ നമുക്ക് എങ്ങനെ മാർക്കറ്റിലേക്ക് എത്തിക്കുക എന്നുള്ള ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എൻട്രി ഇങ്ങനത്തെ ഒരു കോഴ്സ് നമ്മൾ ലോഞ്ച് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ 4 കോഴ്സിനകത്ത് ഒരു വർഷം കൊണ്ട്, അതായത് കഴിഞ്ഞ നവംബറിൽ നിന്ന് ഈ നവംബർ ആകുമ്പോഴത്തേക്ക് തന്നെ നമുക്ക് 350-ഓളം അഡീഷണൽ പ്ലേസ്മെൻറ്റ്സ് എത്താൻ പറ്റി. ടോട്ടൽ 400+ ആയിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസംബറിനുള്ളിൽ നമ്മൾ 500-ലേക്ക് എത്തിക്കാനാണ് നമ്മുടെ പ്ലാൻ. നമ്മുടെ പ്ലേസ്മെൻറ്റ് ടീമും അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് പാർട്ട്നേഴ്സായ CBG ടീമൊക്കെ മാക്സിമം അതിന് ഇമ്പാക്റ്റിംഗ് സൈഡ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മാർക്കറ്റിലുണ്ട്. ആ മാർക്കറ്റിൽ ഒപ്റ്റിമൈസ് ചെയ്ത് നമുക്ക് യൂസേഴ്സിന് ആവശ്യമായ ഓപ്പർച്യൂണിറ്റീസ് നമ്മളിലേക്ക് എത്തിക്കാൻ വേണ്ടി ഒരു സ്പെഷ്യലൈസ്ഡ് പ്ലേസ്മെൻറ്റ് ടീം തന്നെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. ഓക്കെ, അപ്പോൾ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഇമ്പാക്റ്റ്ഫുൾ കോഴ്സ്. എൻട്രി പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ഇമ്പാക്റ്റ്ഫുൾ കോഴ്സ് തന്നെയാണ്. കാരണം ഇൻഡസ്ട്രിയിൽ ഏറ്റവും പ്രഗത്ഭരായ അധ്യാപകരാണ് നമുക്ക് ഈ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ. ഇൻഡസ്ട്രിയിൽ പ്രഗത്ഭരായ അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഇപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ കേരളത്തിൽ വർക്ക് ചെയ്യുന്ന അധ്യാപകരല്ല. നമ്മുടെ QSൻ്റെ മെൻറ്ററെ നോക്കിയാൽ, അതായത് നമ്മുടെ ഷെഫീ സാറും 20 വർഷക്കാലത്തോളം എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പോഴും റെഡ്സറി പ്രൊജക്റ്റിലൊക്കെ, അതായത് സൗദി അറേബ്യയിലെ പ്രൊജക്റ്റിൽ ടീം ലീഡായിട്ട് വർക്ക് ചെയ്യുന്ന ആളാണ് നമുക്ക് QSൻ്റെ കോഴ്സസ് എടുക്കുന്നത്. ഇത്രയും ഇൻഡസ്ട്രിയൽ പ്രൊഫഷണൽസിൻ്റെ കൂടെ ക്ലാസ്സസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതൊരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ മാത്രമേ കിട്ടൂ. ഇപ്പോഴും അവർ ക്ലാസ് എടുക്കുന്നത് ഓൺലൈൻ ത്രൂ ആണ്. അത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഓഫ്ലൈൻ നമുക്ക് ഒരുപാട് ഡിസ്ട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൺലൈനിൽ ഇതുപോലെ തന്നെ സ്കില്ലഡ് ആയിട്ടുള്ള ആളുകളുടെ എക്സ്പേർട്സിൻ്റെ ക്ലാസ്സസ് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വീട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. ഓക്കെ, അത് ആ ഒരു കോൺഫിഡൻസ് നമുക്ക് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു കോഴ്സ് നമ്മൾ അറേഞ്ച് ചെയ്തതും ഇത്ര ഇമ്പാക്റ്റ്ഫുൾ ആയിട്ട് അവിടെ റിസൾട്ട് ഉണ്ടായതും. ഓക്കെ, ലൈവ് പ്രോജക്റ്റ്, അതായത് റിയൽ ടൈം ആയിട്ട് ഓൺഗോയിങ് പ്രോജക്റ്റിൻ്റെ ബേസ്ഡ് ആണ് നമ്മുടെ അവിടുത്തെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്നത്. അവിടെ ഏതെങ്കിലും വർക്ക് ചെയ്യുന്ന, UAE-ലോ അല്ലെങ്കിൽ അബ്രോഡ് സൈറ്റുകളിലൊക്കെ വർക്ക് ചെയ്യുന്ന QSൻ്റെ ഫീൽഡ് അല്ലെങ്കിൽ സ്ട്രക്ചറൽ ഡിസൈനിൻ്റെ ഫീൽഡിലെ MEP ഡിസൈനിൻ്റെ കോഴ്സ്. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ്ലി അവിടെ വർക്ക്, ഓൺഗോയിങ് ആയിട്ടുള്ള വർക്കിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ലേണിംഗ് സ്റ്റുഡൻസിൻ്റെ കരിയറിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മളൊരു ജസ്റ്റ് ഒരു കരിക്കുലം ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സും ഒരു ഇൻഡസ്ട്രിയിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ക്ലാസ് നമ്മൾ ഡിഫറൻസ് ക്ലിയർ ആയിട്ട് അവിടെ മനസ്സിലാവും. ഓക്കെ, ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് അത്രയും ഒരു കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ഒരുപാട് സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂസിൽ വിടാൻ കഴിഞ്ഞതോ ആ ഇൻ്റർവ്യൂസിൽ അവർ സെലക്ട് ആവാൻ കാരണം അവർക്ക് ടെക്നിക്കലി പരമായുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അത്രയും ക്ലിയർ ആയിട്ട് നമ്മുടെ കണ്ടന്റ് ക്ലാസ്സിൻ്റെ അകത്ത് വരുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള അസൈൻമെൻറ്റ്സ് ഉണ്ട്. നിങ്ങൾക്കറിയാം, ഏറ്റവും എളുപ്പത്തിൽ പഠിച്ചിറങ്ങിയ ഒരു കോഴ്സ് സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുന്ന ഒരു കോഴ്സല്ല. അതിനകത്ത് പഠിക്കാനുണ്ട്. പഠിക്കുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് എന്തായാലും കിട്ടും. കാരണം ഇത്രയും ഒരുപാട് യൂസേഴ്സ് നമുക്ക് കോഴ്സ് കംപ്ലീറ്റായി ഇത്രയും പ്ലേസ്ഡ് ആയ ഒരുപാട് യൂസേഴ്സ് നിങ്ങളുടെ മുമ്പിലുണ്ട്. ഇനി അടുത്തൊരു ചാൻസ് എന്തായാലും നിങ്ങൾക്കാണ്. കാരണം ഇതുവരെ ഉള്ളതുപോലെ ഇത് എന്താ പറയുക, മാർക്കറ്റിൽ ഈ ജോബ് ഓപ്പർച്യൂണിറ്റി തീർന്നു പോകുമോ അങ്ങനെ പേടിക്കേണ്ട ഒരു കാരണമില്ല. കാരണം കംപ്ലീറ്റ്ലി കൺസ്ട്രക്ഷൻ ഫീൽഡാണ്. കൺസ്ട്രക്ഷൻ ഫീൽഡ് നമുക്കറിയാം എക്സ്പോണൻഷ്യലി ആണ് ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വെറും ഓരോ വർഷം ഡബിൾ ആവുക ത്രിബിൾ ആവുക ആ രീതിയിലല്ല, നല്ല രീതിയിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുക. കേരളത്തിലുണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, ഔട്ട്സൈഡ് കേരള ഇന്ത്യയിൽ തന്നെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ്, അബ്രോഡ് നോക്കേണ്ട ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. UAE-ൽ, സൗദിയിൽ, അതുപോലെ തന്നെ ഒരുപാട് ഫോറിൻ കൺട്രീസിലേക്ക്, ഇപ്പോൾ UK-ലും കാനഡയിലൊക്കെ പോകുകയാണെങ്കിൽ അവിടെയുണ്ട് ഒരുപാട് ക്വാണ്ടിറ്റി സർവേൻ്റെ ഓപ്പർച്യൂണിറ്റീസ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്ത് സെർച്ച് നോക്കുക. QSൻ്റെ MEP ഡിസൈൻ എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസീസ്, സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയേഴ്സിൻ്റെ വേക്കൻസീസ്, ഇതുപോലെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലായി എത്രത്തോളം റിക്വയർമെൻറ്റ് ഇപ്പോൾ മാർക്കറ്റിലുണ്ടെന്ന്. ഇൻ്റർവ്യൂ കിട്ടാന്നല്ല ഫസ്റ്റ് തന്നെ കുറച്ച് പാടുള്ള പരിപാടിയാണ്. ഈ ഇൻ്റർവ്യൂവിൻ്റെ ക്ലിയർലി പ്രോപ്പർലി മനസ്സിലാക്കുന്ന രീതിയിലായിരിക്കും നമ്മുടെ ഫസ്റ്റ് ക്ലാസ് തന്നെ. എൻട്രീൻ്റെ QSൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, MEPൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, സ്ട്രക്ചർ ഡിസൈൻ്റെ ക്ലാസ് ആണെങ്കിൽ, BIM-ൻ്റെ ക്ലാസ് ആയിക്കോട്ടെ, ഏത് ക്ലാസ് ആണെങ്കിലും നമുക്കൊരു എങ്ങനെ ഒരു പ്രോപ്പർ CV, കറക്റ്റ് റേറ്റിംഗ് ഒക്കെ ഉള്ള നമുക്ക് സെലക്റ്റഡ് ആവുന്ന രീതിയിൽ എങ്ങനെ ഒരു CV പ്രിപ്പയർ ചെയ്യാൻ പറ്റും, ഇതിന് ഒരു AI ടൂളും നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ബേസിലായിരിക്കും നമുക്ക് ആ ഒരു കംപ്ലീറ്റ്ലി ആ ഒരു CV കാര്യങ്ങളൊക്കെ പ്രിപ്പറേഷൻ നടക്കുന്നത്. ഇപ്പോൾ ഇതിന് ഫസ്റ്റ് കടമ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ CV പ്രിപ്പറേഷൻ അത്
പ്രോപ്പറായിട്ട് ചെയ്യുക. ആ പ്രിപ്പറേഷൻ പ്രോപ്പറായി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ CV സെലക്ട് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, സെക്കൻഡ് സെഷൻ എന്ന് പറഞ്ഞാൽ HR ഇൻ്റർവ്യൂ ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ടെക്നിക്കൽ ഇൻ്റർവ്യൂ ഉണ്ടാവും. ഇതിന് മൂന്നിനും നിങ്ങൾക്ക് ഒരു ഡൗട്ടും ഇല്ലാതെ എല്ലാത്തിനും ഉത്തരം പറയുന്ന രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കാരണം നമുക്ക് പ്രോപ്പർലി ആ ഒരു കരിക്കുലം ബേസ്ഡ് ആണ് നമ്മുടെ ഈ എല്ലാ കോഴ്സും 4 കോഴ്സാണെങ്കിലും വരും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. എന്തുകൊണ്ടാണ് ഇത്രയും വലിയ റിസൾട്ട് നമുക്കുണ്ടായത്, എന്തുകൊണ്ടാണ് നമ്മൾ ഇത്രയും കോൺഫിഡൻസോടെ നിങ്ങളോട് മുമ്പിൽ പറയുന്നത്. അടുത്ത വർഷം ഈ സമയമാകുന്നതേക്ക് 1000 പ്ലേസ്മെൻറ്റ് തിരക്കാനുള്ള എല്ലാവിധ സജ്ജീകരണം നമ്മളെ സൈഡിൽ നിന്ന് റെഡിയാണ്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങളും പ്രയത്നിക്കണം. കാരണം നിങ്ങളെ ഓരോരുത്തരുടെയും എഫേർട്ട് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് കോഴ്സിൻ്റെ എല്ലാ ക്ലാസ്സസും മര്യാദയ്ക്ക് അറ്റൻഡ് ചെയ്യുക. അതിനനുസരിച്ചുള്ള അസൈൻമെൻറ്റ്സ് വെക്കുക. അസൈൻമെൻറ്റ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലേസ്മെൻറ്റ് ടീം ഓപ്പർച്യൂണിറ്റീസ് വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഷെയർ ചെയ്തു അത് അറ്റൻഡ് ചെയ്യുക, ജസ്റ്റ് പ്ലേസ്ഡ് ആവുക. ഓക്കെ, ഹൈ ഗ്രോത്ത് ഉള്ള ഒരു കരിയറിലേക്ക് നിങ്ങൾക്ക് സ്കിൽഡ് ലേബറായിട്ട് ജോയിൻ ചെയ്യാൻ പറ്റുള്ള സുവർണ്ണ അവസരമാണ്. ഇനിയും കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറും അതുപോലെ തന്നെ ഫോമും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾ എൻക്വയറി നടത്തുക. നമ്മുടെ അക്കാദമിക് കൗൺസിലേഴ്സ് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരും. ഓക്കെ, താങ്ക് യു.